ഹലോ ഗെയ്സ്, നമ്മുടെ യൂട്യൂബ് ചാനലായ പൂപ്പീസ് വെഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നല്ല ഉറക്കാണ് കേട്ടോ ആള്. ഇന്ന് ഞാൻ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഗോതമ്പ് ദോശയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഇത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയും രാത്രിയിൽ ദോശ കഴിക്കുന്ന ആൾക്കാരുണ്ടാവില്ല, എക്സാമ്പിളായിട്ട് ഷുഗറിൻ്റെ പ്രോബ്ലം ഉള്ളവരൊക്കെ അവർക്കും കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റംസ് ആണ് കേട്ടോ. വീഡിയോ മുഴുവനായും സ്കിപ്പ് ചെയ്യാണ്ടും കാണാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കില്ലേ. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കിയിട്ട് വരാം. ഇതിന് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനത് ഒരു ഗ്ലാസ് ആട്ടപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഞാനിതിലേക്ക് നമ്മൾ റോസ്റ്റ് ചെയ്യാത്ത ഒരു ടേബിൾ സ്പൂൺ റവയാണ് കേട്ടോ എടുത്തത്. ഇത് നമ്മൾ ക്രിസ്പിനെസ് ആവാനാണ് കേട്ടോ റവ ഇട്ടത്. പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതിനുശേഷം നമ്മളിതിലേക്ക് ഉണ്ടല്ലോ തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഏകദേശം ഒരു അരമുറി തേങ്ങ ഒന്ന് മിക്സിയിലിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് അടിച്ചിട്ട് ജസ്റ്റ് ഒന്ന് തരിച്ചെടുത്താൽ പെട്ടെന്ന് തന്നെ നമുക്ക് തേങ്ങാപ്പാൽ കിട്ടും കേട്ടോ. അപ്പോൾ അതാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ഞാൻ തേങ്ങാപ്പാൽ ചേർക്കാണ്ട് തേങ്ങ യൂസ് ചെയ്ത് ഉണ്ടാക്കി നോക്കിയപ്പോൾ ദോശക്കല്ലിൻ്റെ അടിയിൽ പറ്റി പിടിച്ചെടുക്കണ മാതിരി എനിക്ക് ഫീൽ ചെയ്തു. പക്ഷേ ഞാൻ തേങ്ങാപ്പാൽ യൂസ് ചെയ്തപ്പോൾ ആ പ്രോബ്ലം വരുന്നില്ല കേട്ടോ. അപ്പോൾ നന്നാക്കി എല്ലാം മിക്സ് ചെയ്തിട്ടുണ്ട്. കുറച്ച് വെള്ളത്തിൻ്റെ കുറവുണ്ട് കേട്ടോ. നന്നാക്കി ഇളക്കി കൊടുക്കുക. ഇനി ഞാനിതെല്ലാം ഒരു മിക്സീൻ്റെ ജാറിലിട്ടിട്ട് നന്നാക്കി അടിച്ചെടുക്കാൻ പോവാണ്. നമുക്ക് പാത്രം കഴുകിയിട്ട് കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഒന്ന് ടേസ്റ്റ് കൂട്ടാൻ നമ്മളത് കുറച്ച് മിൽമൻ്റെ നെയ്യാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ നെയ്യ് ഇഷ്ടമില്ലെങ്കിൽ നമ്മുടെ നാടൻ വെളിച്ചെണ്ണ യൂസ് ചെയ്യാവുന്നതാണ്. ഒരു സ്പൂണ് നമുക്ക് സ്പൂണിൽ നിന്നൊക്കെ വടിച്ചിട്ട് നന്നാക്കി അതിലിട്ട് കൊടുക്കുക. ഇത് അടിയുമ്പോൾ ഈ ചൂട് കിടന്നിട്ട് നമ്മുടെ നെയ്യ് മെൽറ്റാവും കേട്ടോ. അങ്ങനത്തെ ഞാനിതൊക്കെ അടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ. അപ്പോൾ നമ്മൾ ഇത്തിരി കൂടെ വെള്ളം ഒഴിച്ചിട്ട് ജാറൊക്കെ ഒന്ന് കഴുകിയ ഓവർ വെള്ളം ആവരുതേ. നന്നാക്കി ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതാണ് കേട്ടോ അതിൻ്റെ കൺസിസ്റ്റൻസി. ഇത്രയും തിക്നെസ് മതി. ഇനി നമ്മൾ ഇതൊരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുകയാണ്. ഏകദേശം 10 മിനിറ്റ് കഴിഞ്ഞു. ഞാൻ തുറന്ന് നോക്കി എല്ലാം നന്നായിട്ട് സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ദോശ ചുട്ടെടുക്കാം. ഞാനൊരു തവ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ചൂടായതിന് ശേഷം ഞാൻ ഒരു കുറച്ച് വെളിച്ചെണ്ണ ഇതിൽ ഉറ്റിച്ചു കൊടുത്തിട്ട് ഒന്ന് തുണി കൊണ്ട് തുടച്ചു കൊടുക്കുകയാണ്. ഇത് തുടയ്ക്കാൻ ഞാൻ കോട്ടൺ തുണിയാണ് കേട്ടോ യൂസ് ചെയ്തത്. നമ്മൾ പോളിസ്റ്ററൊന്നും എടുക്കരുത്. എന്നിട്ട് ഒരു തവി മാവ് അതിൽ ഒഴിച്ചു കൊടുക്കാനേ. ഇത് നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് ചെയ്തെടുക്കേണ്ടത്. നന്നാക്കി ഒന്ന് പരത്തി കൊടുക്കുക. എന്നിട്ട് അടച്ചു കൊടുക്കുക കേട്ടോ. ഏകദേശം തുറന്ന് നോക്കി ദോശയെല്ലാം വെന്തിട്ടുണ്ട്. നമുക്ക് നല്ല ഒന്ന് സൈഡിൽ നിന്ന് ഇങ്ങനെ പൊന്തിച്ച് കൊണ്ടുവരാം കേട്ടോ. അപ്പം നമ്മുടെ നൈസായി ഗോതമ്പ് ദോശ അതവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാനതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാൻ. ഇതുപോലെ തന്നെ ഞാൻ ഒന്നുകൂടെ ചുട്ടെടുക്കട്ടെ. അപ്പോൾ ഞാൻ ലോ ഫ്ലെയിമിലാണ് ഇട്ട് കൊടുത്തത്. ഓവറാകുമ്പോൾ നമുക്കിത് ചുറ്റിച്ചെടുക്കാൻ പറ്റില്ല. നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു ഐറ്റംസാണ് കേട്ടോ അത്. നമ്മുടെ ഈസി ആൻഡ് ടേസ്റ്റി ആയ ഗോതമ്പ് ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ.
ഞാൻ എല്ലാ ദോശയും മൊത്തത്തിൽ ചുട്ടെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ കൂടെ കോമ്പിനേഷനായിട്ട് വെച്ചിരിക്കുന്നത് ചമ്മന്തിയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ദോശയെല്ലാം ഞാനിതാ മൊത്തത്തിൽ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഈ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ് ഞാനിത് കഴിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ അടിപൊളി ഗോതമ്പ് ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്കിങ്ങനെ വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും. ഇതിലേക്ക് പറ്റിയ കോമ്പിനേഷൻ പൊട്ടാറ്റോൻ്റെ ഇഷ്ടക്കറിയാണ് കേട്ടോ. പക്ഷേ എനിക്ക് ഇവിടെ ചമ്മന്തിയാണ് കേട്ടോ എന്നുള്ളത്. അപ്പോൾ ഇത് ചൂടോടെ കഴിക്കുമ്പോഴാണ് നല്ല ക്രിസ്പിനെസ്. ഇപ്പോൾ ഞാൻ മൊത്തത്തിൽ ചുട്ട് കഴിഞ്ഞപ്പോൾ ഒന്ന് ചൂടാറിയിട്ടുണ്ട്. അപ്പോൾ എന്നാലും വളരെ ടേസ്റ്റിയാണ്. അതുപോലെ തന്നെ വെരി നൈസാണ്. നമ്മൾ പേപ്പർ പോലെ എന്നൊക്കെ പറയില്ലേ, ദാറ്റ്സ് ഓൾ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി അടുത്ത വീഡിയോയിൽ നമ്മളൊരു അടിപൊളി ഐറ്റമായിട്ട് വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.